പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക്. എം നോട്ട്സ് യൂട്യൂബ് ചാനലിന് വേണ്ടി ഈ അടച്ചുപൂട്ടൽ കാലത്ത് കുറച്ച് വിദ്യാഭ്യാസ പുരോഗമന വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, +2 കഴിഞ്ഞു, പോളിടെക്നിക് കോഴ്സ് കഴിഞ്ഞു, 2 വർഷത്തെ SSLCക്ക് ശേഷം 2 വർഷത്തെ ITI കോഴ്സ് കഴിഞ്ഞു. ഇനി എന്ത്? ഞാൻ എവിടെ പോകണം? ഞാൻ എവിടെ ചേരണം? ഞാൻ ഏത് കോഴ്സാണ് പഠിക്കേണ്ടത്? ഒരു വല്ലാത്ത ലോകത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വല്ലാത്ത ഒരു ആശങ്കയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന് വ്യക്തമായ ഒരു മറുപടി, സുവ്യക്തമായ ഒരു മറുപടിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി, അഥവാ രാജ്യവ്യാപകമായി വ്യത്യസ്ത രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന വ്യത്യസ്തങ്ങളായ മേഖലാ കേന്ദ്രങ്ങളുടെ പരിപൂർണ സഹായ സഹകരണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ലോകത്തിലെ അതിബൃഹത്തായ ഓപ്പൺ സർവകലാശാലയായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറ്റിയാണ് നിങ്ങളോട് കുറച്ച് കാര്യം സംസാരിക്കുന്നത്. വെൽക്കം ടു എം നോട്ട്സ്. പ്രിയപ്പെട്ടവരെ, ഇഗ്നോ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി 1985 ബഹുമാന്യനായ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അവരുടെ തിരുക്കരങ്ങളാൽ സ്വന്തം അമ്മയുടെ പേരിൽ സ്ഥാപിതമായ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന അതിബൃഹത്തായ ഒരു യൂണിവേഴ്സിറ്റി, ഒരു ബ്ലെൻഡഡ് മെത്തഡോളജിയാണ് ഈ ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് ഈ ലോക്ക്ഡൗൺ കാലത്ത് ഒരു മഹാമാരിയുടെ വെളിച്ചത്തിൽ വിദ്യാഭ്യാസം എങ്ങനെ കരഗതമാക്കണം എന്ന വല്ലാത്ത ചിന്തയിൽ, ആശങ്കയിൽ, നിർവികാരമായി പരീക്ഷകൾ പോലും ഇനിയും പൂർത്തീകരിക്കാത്ത ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ഇഗ്നോയുടെ പ്രസക്തി തെളിഞ്ഞു വരുന്നത്. ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ കേരളം SSLC, +2, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ പൂർത്തിയാക്കി. നമ്മുടെ പാരമ്പര്യ സർവകലാശാലകൾ, ട്രഡീഷണൽ യൂണിവേഴ്സിറ്റീസ് ഓൺലൈൻ ക്ലാസ്സുകളെ പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, പരീക്ഷകളെ പറ്റി ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. ചില യൂണിവേഴ്സിറ്റീസ് പരീക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതിബൃഹത്തായ ആശയത്തോടുകൂടി ഇഗ്നോ അതിൻ്റെ ജൈത്രയാത്ര തുടരുമ്പോൾ ഈ അടച്ചുപൂട്ടൽ കാലത്ത് ഇഗ്നോയുടെ പ്രസക്തി വർദ്ധിക്കുകയാണ്. ഇന്ന് വിക്ടേഴ്സ് ചാനൽ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നത് ഇഗ്നോ 1985 ശേഷം സ്വായത്തമാക്കി ഈ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഗ്യാൻ വാണി, ഗ്യാൻ ദർശൻ എന്ന ആശയത്തെ പിൻപറ്റിക്കൊണ്ടാണ്. വർഷങ്ങൾക്ക് മുമ്പേ ഗ്യാൻ ധാര എന്നുള്ള ഒരു രീതിയിൽ വിദ്യാഭ്യാസം നൽകിക്കൊണ്ടിരുന്നു. എല്ലാ ടെക്സ്റ്റ് മെറ്റീരിയൽസും ഈ ഗ്യാൻ ഘോഷ്
അറിവിൻ്റെ ഭണ്ഡാരം എന്നുള്ള ആ ഒരു ലിങ്കിലൂടെ, ഈ ഗ്യാൻ ഘോഷ് എന്നുള്ള ലിങ്കിലൂടെ ഇഗ്നോ എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ഓൺലൈനായി നൽകിയിരുന്നു. ഓർക്കുക, ഇഗ്നോ ഫോളോ ചെയ്യുന്നത് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജി ആണ്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ഓപ്പൺ എന്ന് പറയുമ്പോൾ ഒരു മുഖം ചുളിയൽ ഉണ്ട്. സുഹൃത്തുക്കളെ, ഇന്ന് ഈ രാത്രിയിൽ ഒരു ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നിങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ ഇഗ്നോയിലെ ഓൺലൈൻ അഡ്മിഷൻ ലിങ്കിലൂടെ കയറി നിങ്ങളുടെ ഡോക്യുമെൻറ്റുകളെല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വച്ച് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇഗ്നോയുടെ ചാനലിൽ നിന്ന്, ഇഗ്നോയുടെ ലിങ്കിൽ നിന്ന്, ഓൺലൈൻ പോർട്ടലിൽ നിന്ന് കഴിഞ്ഞ 10 വർഷത്തെ 15 വർഷത്തെ ചോദ്യപേപ്പറുകൾ ഡൗൺലോഡ് ചെയ്ത് ഓരോ ക്ലിക്കിൽ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ചോദ്യപേപ്പറുകൾ സൂക്ഷിക്കാവുന്നതാണ്. ഒരു ലൈബ്രറിയുടെ വാതിലും മുട്ടേണ്ടതില്ല. പഠിക്കാനുള്ള പുസ്തകങ്ങൾ 200-300 പേജുള്ള പുസ്തകങ്ങളെ ബ്ലോക്കുകളാക്കിയിട്ട് വ്യത്യസ്ത യൂണിറ്റുകളാക്കിയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് PDF ഫോർമാറ്റിലൂടെ തരുന്ന അതിബൃഹത്തായ ഒരു യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ 4 പ്രത്യേക ലക്ഷ്യങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി. ആ യൂണിവേഴ്സിറ്റിയെ പറ്റി കുറച്ച് കാര്യങ്ങൾ വിശദീകരിച്ച് തരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഇഗ്നോയിലെ എല്ലാ ലേണേഴ്സിലും പ്രായ, വർണ്ണ, വർഗ ഭേദമില്ലാതെ ആർക്കും നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യത നേടിയ എല്ലാവർക്കും നമുക്ക് ഓരോ പ്രോഗ്രാമുകളിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ പറയുന്ന കോഴ്സ് എന്നുള്ള വാക്ക് ഇഗ്നോയിൽ പ്രോഗ്രാം എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. ട്രഡീഷണൽ യൂണിവേഴ്സിറ്റിയിലെ പേപ്പർ അല്ലെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞത് ഇഗ്നോയിൽ കോഴ്സ് എന്നാണ് പറയുന്നത്. അത് കുറെ കഴിയുമ്പോൾ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. വിശദീകരിച്ച് ഞാൻ പറഞ്ഞു തരാം. എന്തായാലും ഇഗ്നോയിലെ ഏതൊരു ലേണർ, ഒരു പഠിതാവും എത്ര തന്നെ പ്രായമായിക്കോട്ടെ, +2 കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി, ചിലപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, ഒരു അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം, ഒരു ഡിപ്ലോമ പ്രോഗ്രാം, ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ പ്രോഗ്രാം, ഒരു ഡിഗ്രി പ്രോഗ്രാം, ഒരു മാസ്റ്റർ ഡിഗ്രി പ്രോഗ്രാം, അത് കഴിഞ്ഞ് മറ്റ് അഡ്വാൻസ്ഡ് പ്രോഗ്രാമുകൾ, ഇതെല്ലാം പഠിക്കുന്ന ഏതൊരു വ്യക്തിയും ചില ബ്ലെൻഡഡ് മെത്തേഡ്സിലൂടെയാണ് കടന്നു പോകുന്നത്. അഥവാ തിയറി കോമ്പണൻസ്, ചില പ്രോഗ്രാമുകൾക്ക് പ്രാക്ടിക്കൽ കോമ്പണൻസ്, ചില പ്രോഗ്രാമുകളിൽ തിയറി കോമ്പണൻസിനോടൊപ്പം തന്നെ ടെക്നിക്കൽ കോമ്പണൻസ്. ഉദാഹരണം പറയാം. വ്യാപാര മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ, കൊമേഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് ആഡ് ഓൺ കോഴ്സ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് സ്കിൽ എന്നുള്ള ഒരു പ്രോഗ്രാം നമുക്ക് ചെയ്യാം. 6 മാസം ദൈർഘ്യമുള്ള ഒരു കോഴ്സ്. ചാർട്ടേഡ് അക്കൗണ്ടൻസി, BCom, ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ, സാധാരണ കച്ചവടക്കാരൻ, ബാങ്ക് ഉദ്യോഗസ്ഥൻ, പോസ്റ്റ് ഓഫീസ് ജീവനക്കാരൻ, ആർക്ക് വേണമെങ്കിലും, ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു കോഴ്സ്, സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് സ്കിൽ. ഈ സർട്ടിഫിക്കറ്റ് ഇൻ ബിസിനസ് സ്കിൽ എന്നുള്ള കോഴ്സ് ചെയ്യുമ്പോൾ ഇഗ്നോ ചില തിയറി കോമ്പണൻസ് തരുന്നുണ്ട്. ഒപ്പം തന്നെ സർട്ടിഫിക്കറ്റ് ഇൻ IT എനേബിൾഡ് എഡ്യൂക്കേഷൻ ഒരു പേപ്പറും നമുക്ക് CITL എന്ന് പറയുന്ന ഒരു കോഴ്സും കൂടി നമുക്കതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്രെഡിറ്റ് ബേസ്ഡ് ആണ് ഇഗ്നോയിലെ പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ. അപ്പോൾ ഇവിടെ ഒരു ടെക്നിക്കൽ കോമ്പണൻസും കൂടി നമുക്ക് നൽകുകയാണ്. ബ്ലെൻഡഡ് പറഞ്ഞതിൽ തിയറി കോമ്പണൻസിനോടൊപ്പം തന്നെ ചില
വൊക്കേഷണൽ പ്രോഗ്രാംസും കൂടി നമുക്ക് ആഡ് ഓൺ ആയി തരുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഇഗ്നോയിലെ സർട്ടിഫിക്കറ്റ് ഇൻ ഫങ്ഷണൽ ഇംഗ്ലീഷ് എന്നുള്ള ഒരു കോഴ്സാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഇരിക്കുക, ഒരു പ്രോഗ്രാമാണ് ചെയ്യുന്നത് എന്ന് ഇരിക്കുക. ഹൗ ക്യാൻ ഡീൽ ഡെയിലി ലൈഫ്, ഒരു ലൈഫ് ഓറിയന്റഡ് പ്രോഗ്രാമാണ് നമുക്ക് തരുന്നത്. ഒരു ഡിഗ്രി പ്രോഗ്രാം, ഒരു BCom അല്ലെങ്കിൽ ഒരു BA, ഒരു BSc പ്രോഗ്രാമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് കരുതുക. പെസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ്, കൺസ്യൂമർ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്തൊക്കെയാണ്, ന്യൂ ബേൺ ബേബി ശിശു പരിപാലനം എങ്ങനെയാണ്, ചൈൽഡ് കെയർ എങ്ങനെയാണ്, ന്യൂട്രീഷൻ ടെക്നോളജി എങ്ങനെയാണ്, ഇങ്ങനെയുള്ള ലൈഫ് ഓറിയന്റഡ്, വൊക്കേഷണൽ, ടെക്നിക്കൽ, പ്രാക്ടിക്കൽ, തിയറി കോമ്പണൻസിൻ്റെ ഒരു ബ്ലെൻഡഡ് ആണ് ഇഗ്നോ തരുന്ന മനോഹരമായ മെത്തേഡ്സ്. ഞാൻ 4 പ്രധാനപ്പെട്ട ഏരിയയിലേക്ക് പോവുകയാണ്. 1, ഇഗ്നോയുടെ ലക്ഷ്യം. 2, ഇഗ്നോയിൽ നേടിയിട്ടുള്ള പ്രധാന നേട്ടങ്ങൾ. 3, ഇഗ്നോയുടെ പ്രമുഖ സവിശേഷതകൾ. 4, ഇഗ്നോ നൽകുന്ന മൂല്യനിർണയ രീതി അഥവാ ഇവാലുവേഷൻ ടെക്നിക്. നമുക്ക് ഒന്നാമത്തതിലേക്ക് പോകാം. ഇഗ്നോയുടെ ലക്ഷ്യങ്ങൾ. 4 പ്രമുഖ ലക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇഗ്നോയുടെ പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇഗ്നോ ലോക വിശ്വ പൗരൻ എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഓരോ പഠിതാവേയും കാണുന്നത്. ലേണിംഗ് ഇൻ അവർ ഫുഡ് സ്റ്റെപ്പ്, നമ്മളുടെ തൊട്ടടുത്ത് തന്നെ ഒരു പഠന കേന്ദ്രം. ഈ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? 1, ഉന്നത വിദ്യാഭ്യാസം, പഠിതാക്കളുടെ പടിവാതിൽക്കൽ എത്തിച്ച് ജനാധിപത്യവൽക്കരിക്കുക എന്നുള്ള അതിമഹത്തായ ലക്ഷ്യമാണ് ഇഗ്നോയ്ക്ക് ഉള്ളത്. ഒരിക്കൽ കൂടി പറയാം. ഉന്നത വിദ്യാഭ്യാസം, പഠിതാക്കളുടെ പടിവാതിൽക്കൽ എത്തിച്ച് ജനാധിപത്യത്തിൻ്റെ മഹത്വവൽക്കരണം, അത് സ്വായത്തമാക്കാൻ വേണ്ടി ഓരോ പഠിതാവിനെയും പര്യാപ്തമാക്കുകയാണ് ഇഗ്നോയുടെ ഒരു ലക്ഷ്യം. മറ്റൊന്ന്, പ്രായം, പ്രദേശം, മതം, ലിംഗഭേദം എന്നിവയൊന്നും കണക്കിലെടുക്കാതെ ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രവേശനം നൽകുന്നു. ഉയർന്ന വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രവേശനം നൽകുന്നു ഇഗ്നോ. അച്ചീവ് ദ മിനിമം ക്വാളിഫിക്കേഷൻ. ഡിഗ്രി ചേരണമെങ്കിൽ +2 അച്ചീവ് ചെയ്തിരിക്കണം. PG ചെയ്യണമെങ്കിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം, പൂർത്തിയാക്കി വിജയിച്ചിട്ടുണ്ടാവണം. പാസ്സായാലും മതി. ഇത്ര ശതമാനം മാർക്ക് വേണമെന്ന് അവിടെ നിഷ്കർഷിക്കുന്നില്ല. എ ലേണർ അച്ചീവ് എ ഡിഗ്രി, വി ക്യാൻ എൻറോൾ ടു PG. ഓക്കെ, പക്ഷേ PhD തുടങ്ങിയ വലിയ കോഴ്സുകൾക്ക് UGCയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ്. ഇതിനും UGCയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്, MHRDയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണ്. ഇഗ്നോ പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന അതിബൃഹത്തായ യൂണിവേഴ്സിറ്റിയാണ്. മൂന്നാമത്തെ പ്രധാന ലക്ഷ്യം, കോഴ്സുകൾക്ക് പ്രൊഫഷണൽ, വൊക്കേഷണൽ ഓറിയന്റേഷൻ നൽകി. നേരത്തെ ഞാൻ പറഞ്ഞു, കോഴ്സുകൾക്ക് പ്രൊഫഷണൽ, വൊക്കേഷണൽ ഓറിയന്റേഷൻ നൽകി ആവശ്യകതയെ അടിസ്ഥാനമാക്കി അക്കാദമിക പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലെൻഡഡ് ഓഫ് തിയറിറ്റിക്കൽ കോമ്പണന്റ്, പ്രാക്ടിക്കൽ കോമ്പണന്റ്, ടെക്നിക്കൽ കോമ്പണന്റ്സ് ആൻഡ് വൊക്കേഷണൽ കോമ്പണന്റ്, ഈവൻ ദ ലൈഫ് ഓറിയന്റഡ് കോമ്പണന്റ്. ഇത്രയും മനോഹരമാക്കി ചേർത്തിട്ടുള്ള നല്ല അക്കാദമിക പ്രോഗ്രാമുകളാണ് ഇഗ്നോ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. ഒപ്പം ഇന്ത്യയിൽ
വിദൂര വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുകയും അത് വികസിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള മഹത്തായ ദൗത്യം 1985 മുതൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. എന്താണ് പ്രത്യേകിച്ച് ഈ അടച്ചുപൂട്ടൽ കാലത്ത് ലോകം മുഴുവനും ഓൺലൈൻ വിദ്യാഭ്യാസത്തിലൂടെ ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 1985 മുതൽ തന്നെ മാതൃകാപരമായി ഇഗ്നോ ഇത് ലോകത്തിൻ്റെ സമക്ഷത്തിങ്കൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഉള്ള ഞാനും ഇഗ്നോയിലെ ഒരു പഠിതാവാണ്. തുടർന്ന് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ എങ്ങനെയാണ് ഇഗ്നോയിലെ വ്യത്യസ്തമായ മോഡസ് ഓപ്പറാൻഡി എന്ന് വിശദീകരിച്ച് തരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ ഈ 4 കാര്യങ്ങളിലാണ് ഊന്നി നിൽക്കുന്നത്. രണ്ടാമത് നമുക്ക് പറയാനുള്ളത് ഇഗ്നോയുടെ പ്രമുഖ സവിശേഷതകളാണ്. ഇഗ്നോയ്ക്ക് ചില സവിശേഷതകളുണ്ട്. അന്താരാഷ്ട്ര സാന്നിധ്യമുള്ള ദേശീയ അധികാര പരിധിയാണ്. ദർ ഇസ് ഇന്റർനാഷണൽ ജൂറിസ്ഡിക്ഷൻ. അന്താരാഷ്ട്ര സാന്നിധ്യമുള്ള ദേശീയ അധികാര പരിധിയാണ് ഇഗ്നോയ്ക്ക് ഉള്ളത്. ഒപ്പം തന്നെ ഫ്ലെക്സിബിൾ അഡ്മിഷൻ റൂൾ, വഴക്കമുള്ള, നോട്ട് റിജിഡ്, ഫ്ലെക്സിബിൾ അഡ്മിഷൻ റൂൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഇപ്പോൾ രാത്രി 11 മണി ഇഗ്നോയിൽ നിങ്ങൾക്ക് ഓൺലൈൻ ഇഗ്നോ പോർട്ടലിൽ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പീസും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വെച്ച് നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റും കൃത്യമായി അപ്ലോഡ് ചെയ്ത് പ്രിസ്ക്രൈബ്ഡ് ഫീയും കൊടുത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ നിമിഷം ജോയിൻ ചെയ്യാവുന്നതാണ്. അവധി ബാധകമല്ല. കൃത്യമായി അതിൻ്റെ അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. ദറ്റ് ഈസ് കോൾഡ് ഫ്ലെക്സിബിൾ അഡ്മിഷൻ റൂൾ. മറ്റൊന്ന് സെൽഫ് ലേണിംഗ് മെത്തഡോളജി, വ്യക്തിഗത പഠനമാണ്. വ്യക്തിക്ക് അവനവൻ്റെ പേഴ്സണൽ എൻവയോൺമെൻറ്റ്, വ്യക്തിക്ക് അവൻ്റേതായിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഡിസ്റ്റൻസ് കീപ്പപ്പ് ചെയ്തുകൊണ്ട് അവളുടേതായിട്ടുള്ള ഒരു ആക്സിസിൽ നിന്നുകൊണ്ട് അവനറിയാവുന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് മനോഹരമായി ഈ ഒരു ഓപ്പൺ ലേണിംഗ് ഡിസ്റ്റൻസ് മെത്തേഡിലേക്ക് ചേരാവുന്നതാണ്. ഓക്കെ, ഇവിടെ സ്ഥലം, വേഗത, പഠനദൈർഘ്യം എന്നിവ കണക്കിലെടുക്കുമ്പോൾ വളരെ വഴക്കമുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അഡ്മിഷൻ റൂളാണ് ഇഗ്നോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുടെയും അതിമഹത്തായ ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെയും ഉപയോഗം മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു പാഠ്യക്രമമാണ് ഇഗ്നോയ്ക്ക് ഉള്ളത്. രാജ്യവ്യാപകമായി വിദ്യാർത്ഥി പിന്തുണ സേവന ശൃംഖല, ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ കീഴിൽ ഓരോ സംസ്ഥാനത്തും 2, 3, 4 റീജിയണൽ സെൻറ്റേഴ്സ്, ഓരോ റീജിയണൽ സെൻറ്റേഴ്സിൻ്റെയും കീഴിൽ 10, 15, 20 പഠന കേന്ദ്രങ്ങൾ, അങ്ങനെയുള്ള പഠന കേന്ദ്രങ്ങളുടെ അക്കാഡമിക് കൗൺസിലേഴ്സ്, നോട്ട് ടീച്ചേഴ്സ്, ദേ ആർ അക്കാഡമിക് കൗൺസിലേഴ്സ്, നല്ല പിന്തുണ നൽകുന്ന, അക്കാദമികമായുള്ള പിന്തുണ നൽകുന്ന കൗൺസിലേഴ്സിൻ്റെ സേവനം നമുക്ക് ലഭ്യമാണ്. മറ്റൊരു സവിശേഷത, ചെലവ് കുറഞ്ഞതാണ് ഇഗ്നോ. 2400 രൂപ ഒരു കൊല്ലം ഡിഗ്രിക്ക് ഉള്ള ഫീസ് ആകെ. ഏറ്റവും ചെലവ് കുറഞ്ഞത്, വിച്ച് ഈസ് നോട്ട് മണി മേക്കിംഗ് യൂണിവേഴ്സിറ്റി. വളരെ ചെലവ് കുറഞ്ഞ ഒരു പ്രോഗ്രാമാണ് ഇഗ്നോയിൽ നമുക്ക് നൽകുന്നത്. ബട്ട് കോസ്റ്റ് എഫക്റ്റീവ്, കണ്ടന്റ് എഫക്റ്റീവ്, ക്വാളിറ്റി എഫക്റ്റീവ്. വളരെ മനോഹരമായിട്ടുള്ള ഈ എഫക്റ്റീവ്നെസ് ഇഗ്നോയുടെ പ്രത്യേകതയാണ് എന്ന് ഓർക്കേണ്ടതാണ്. ദെൻ ചെലവ് കുറഞ്ഞ പ്രോഗ്രാമുകൾ, ആ പ്രോഗ്രാമുകളിലേക്കുള്ള മോഡുലാർ സമീപനമാണ് ഈ ഇഗ്നോ നമുക്ക് നൽകുന്നത്. പാരമ്പര്യ സർവകലാശാലകൾ, ഓപ്പൺ സർവകലാശാലകൾ, ഇവ തമ്മിലുള്ള മറ്റ് നെറ്റ്വർക്കിംഗ് സ്ഥാപനങ്ങൾ, മറ്റ് ഓർഗനൈസേഷനുകൾ, ഇവയുമായി വിഭവ പങ്കിടൽ നടത്തി അവയുടെ സഹകരണത്തോടുകൂടി പ്രവർത്തിക്കുന്ന മഹത്തായ
യൂണിവേഴ്സിറ്റി. വിദ്യാർത്ഥികളുടെ ആവശ്യകത അത് വിശകലനം ചെയ്ത് ആ ആവശ്യകതയ്ക്ക് അടിസ്ഥാനമാക്കിയുള്ള സാമൂഹികവും അക്കാദമികവുമായ പ്രസക്തമായ പ്രോഗ്രാമുകളാണ് ഇഗ്നോ നമുക്ക് വാഗ്ദാനം നൽകുന്നത്. മാത്രമല്ല, തുറന്നതും അഥവാ ഓപ്പൺ, പരമ്പരാഗതവുമായിട്ടുള്ള ട്രഡീഷണൽ ഈ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളുടെ ഒരു സംയോജനമാണ് ഇഗ്നോ നടപ്പിലാക്കുന്നത്. ദ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് ഓഫ് ഓപ്പൺ ആൻഡ് കൺവെൻഷണൽ യൂണിവേഴ്സിറ്റീസ്, കൺവെൻഷണൽ എഡ്യൂക്കേഷണൽ സിസ്റ്റംസ് അത് ഇഗ്നോ പാലിക്കുന്നു എന്നുള്ളതാണ് ഇഗ്നോയുടെ മറ്റൊരു സവിശേഷത. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഇഗ്നോയിലെ സുപ്രധാനമായ ചില നേട്ടങ്ങളെപ്പറ്റി സംസാരിക്കാം. ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ ഇഗ്നോ അതിൻ്റെ ജൈത്രയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. 1993 കോമൺവെൽത്ത് ലേണിംഗിൻ്റെ വിദൂര വിദ്യാഭ്യാസത്തിലെ സെൻറ്റർ ഓഫ് എക്സലൻ്റ് അംഗീകാരം നേടിയ ബൃഹത്തായ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതുപോലെ തന്നെ 1999 കോമൺവെൽത്ത് ഓഫ് ലേണിംഗിൻ്റെ വിദൂര വിദ്യാഭ്യാസ സാമഗ്രികൾക്കുള്ള സ്റ്റഡി മെറ്റീരിയൽസ്, ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ മികവിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. 1993 സെൻറ്റർ ഓഫ് എക്സലൻ്റ് അവാർഡ്, 1999 ലേണിംഗ് മെറ്റീരിയൽസിന്, വിദൂര വിദ്യാഭ്യാസത്തിനുള്ള ലേണിംഗ് മെറ്റീരിയൽസിൻ്റെ മികവിൻ്റെ അവാർഡ്. മാത്രമല്ല, 24 മണിക്കൂർ വിദ്യാഭ്യാസ ചാനലുകളുടെ ഒരു പരമ്പര സമാരംഭിക്കുകയാണ്. ഗ്യാൻ ദർശനം, ഗ്യാൻ അറിവ്, അറിവിൻ്റെ ദർശനം, ഗ്യാൻ ദർശനം ഇവയ്ക്കുള്ള ഒരു നോഡൽ ഏജൻസിയായി ഇഗ്നോ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇലക്ട്രോണിക് മീഡിയ പ്രൊഡക്ഷൻ സെൻറ്ററിലെ സ്റ്റുഡിയോകളിൽ നിന്ന് ചാനലുകളും അതനുസരിച്ചുള്ള യൂട്യൂബ് മറ്റ് മാർഗങ്ങളും അവലംബിച്ചുകൊണ്ടുള്ള നല്ല ഗ്യാൻധാര, അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകൾ ഇഗ്നോ പ്രൊവൈഡ് ചെയ്യുകയാണ്. ഈ സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു കൂട്ടം പ്രവർത്തനങ്ങൾ ചാനലിലായിക്കോട്ടെ, സ്റ്റഡി മെറ്റീരിയലിലായിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മളുടെ ഗ്യാൻ ദർശൻ എന്നുള്ള ഡിഷിലൂടെ ഉള്ള പ്രവർത്തനമായിക്കോട്ടെ, എല്ലാ വിവര സാങ്കേതിക വിദ്യയും ഉപയോഗിച്ചുകൊണ്ട് ടെക്സ്റ്റ്, PDF, യൂട്യൂബ്, അതുപോലെ തന്നെ മറ്റ് മാർഗങ്ങളിലായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പ്ലാറ്റ്ഫോമും ഇഗ്നോ യൂസ് ചെയ്യുന്നു. ഫേസ്ബുക്കിലൂടെ നമുക്ക് ഇഗ്നോയുടെ ക്ലാസ്സുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ തത്സമയ ആശയവിനിമയത്തിനുള്ള സൗകര്യം പതിവ് പോലെ തന്നെ ഇഗ്നോ പ്രക്ഷേപണം ചെയ്യുന്നു എന്നുള്ളത് ഇഗ്നോയുടെ മറ്റൊരു പ്രത്യേകതയാണ്. തത്സമയ ആശയവിനിമയത്തിനുള്ള സൗകര്യമുള്ള ആ വിദ്യാഭ്യാസ പ്രക്ഷേപണ രീതി ഇഗ്നോ അവലംബിക്കുന്നു എന്നുള്ളതാണ്. വിദ്യാർത്ഥികളുടെ പ്രവേശനം 3 ദശലക്ഷത്തിന് അപ്പുറമാണ്. 3 ദശലക്ഷത്തിന് അപ്പുറമാണ് വിദ്യാർത്ഥികളുടെ പ്രവേശനം ഇഗ്നോയിൽ. 2010 ലോകത്തിലെ ഏറ്റവും വലിയ ഉന്നത പഠന സ്ഥാപനമായി ഇഗ്നോയെ യുനെസ്കോ പ്രഖ്യാപിക്കുകയുണ്ടായി എന്നുള്ള വസ്തുത നമുക്ക് സന്തോഷം നൽകുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ലേണിംഗ്, പഠന പിന്തുണാ സംവിധാനത്തിൻ്റെ ഏറ്റവും വലിയ ശൃംഖല, ദ ബെസ്റ്റ് നെറ്റ്വർക്ക്, ഏറ്റവും നല്ല ഒരു നെറ്റ്വർക്ക് തന്നെ പഠന പിന്തുണാ സംവിധാനം ഇഗ്നോ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. മാത്രമല്ല, പരീക്ഷ കഴിഞ്ഞ ഉടനെ 45 ദിവസത്തിനുള്ളിൽ ടേം എൻഡ് ഇവാലുവേഷൻ്റെ ഫലപ്രഖ്യാപനം നടത്തുന്ന ലോകത്തിലെ മഹത്തായ യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് ഇഗ്നോ. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി declaring its term end evaluation result within 45 days after completion of the examination. ഇഗ്നോയിലെ
ഇവാലുവേഷൻ പാറ്റേൺ ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാ പഠിതാക്കൾക്കും സൗജന്യ പഠന സാമഗ്രികൾ ഇഗ്നോ നൽകുന്നു. ഓരോ യൂണിറ്റിൻ്റെയും പിന്നിൽ ചെറിയ ചെറിയ ബ്ലോക്കുകളാക്കി ആ ബ്ലോക്കുകളിൽ 4-5 യൂണിറ്റുകൾ മാത്രം, ആ ഓരോ യൂണിറ്റുകളിലും ചെറിയ ചെറിയ ഓരോ ലേണിംഗ് പ്രോസസ്, ആ ഒരു കണ്ടന്റ്, ലേണിംഗ് കണ്ടന്റ് ഓരോ യൂണിറ്റിൻ്റെയും അവസാനം, ഒരു യൂണിറ്റിൻ്റെ പകുതിയിൽ ചിലപ്പോൾ സെൽഫ് ഇവാലുവേഷന് വേണ്ടി, സ്വയം മൂല്യനിർണ്ണയത്തിന് വേണ്ടി, സെൽഫ് ഇവാലുവേഷന് വേണ്ടി ചെക്ക് യുവർ പ്രോഗ്രസ് എന്നുള്ള മഹത്തായ ഒരു പാറ്റേൺ. ഡിസ്റ്റൻസ് ലേണിംഗ് എങ്ങനെയാണ് എന്നുള്ളതിൽ ഒരു MA നടത്തുന്ന ബൃഹത്തായ ഒരു യൂണിവേഴ്സിറ്റിയാണ് MA ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. വിദൂര വിദ്യാഭ്യാസം എന്ന വിഷയത്തിൽ ബിരുദാനന്തര ബിരുദം നൽകുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇഗ്നോ എന്നുള്ളത് ഇഗ്നോയുടെ പ്രത്യേകതകളെ മനോഹരമാക്കുകയാണ്. അപ്പോൾ ഈ ഇവാലുവേഷൻ പാറ്റേണിൽ ഓരോ യൂണിറ്റും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഉടൻ തന്നെ ചെക്ക് യുവർ പ്രോഗ്രസ്. ആ ചെക്ക് യുവർ പ്രോഗ്രസ് കഴിഞ്ഞ് സ്റ്റഡി മെറ്റീരിയലിൽ വെറുതെ ചോദ്യങ്ങൾ എഴുതി അങ്ങനെ നിർത്തുകയല്ല, അതിന് എഴുതാനുള്ള ഗ്യാപ്പ് 5, 6, 10, 15 ലൈൻ ഗ്യാപ്പ് വിട്ട് നോട്ട് മേക്കിങ്ങിനുള്ള അവസരവും കൂടി ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽ നമുക്ക് നൽകുന്നു എന്നുള്ളത് സന്തോഷമുള്ള സംഗതിയാണ്. ഒപ്പം തന്നെ പഠിതാക്കളുടെ ഒരു ശൃംഖല ഉണ്ടാക്കാൻ നമ്മുടെ അക്കാഡമിക് കൗൺസിലർമാർ എപ്പോഴും നേതൃത്വം കൊടുക്കാറുണ്ട്. അക്കാഡമിക് കൗൺസിലേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഈ സെൽഫ് ഇവാലുവേഷൻ നടത്തിയ ഈ സംഗതികളെയെല്ലാം, ഈ പഠന പ്രക്രിയയുടെ അവസാനം നമുക്ക് ഉരുത്തിരിയുന്ന ഈ കണ്ടന്റുകളെ ഒരു പിയർ ഇവാലുവേഷൻ, പരസ്പര മൂല്യനിർണ്ണയം എന്നുള്ള അർത്ഥത്തിൽ സഹപാഠികൾ തമ്മിലുള്ള ഒരു മൂല്യനിർണ്ണയത്തിനുള്ള ഒരു അവസരം ഇഗ്നോ ലഭ്യമാക്കുന്നു. പിയർ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഇവാലുവേഷൻ ടെക്നോളജിയിൽ, ഇവാലുവേഷൻ മെത്തഡോളജിയിൽ പറയുന്ന ആ മഹത്തായ ഒരു ആശയം നടപ്പിലാക്കാൻ ഇഗ്നോ നമുക്ക് സഹായകമാകുന്നു. മറ്റൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവാലുവേഷനിലെ ഏറ്റവും നല്ല ഒരു അവസ്ഥയാണ് ഈ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത്, അഥവാ TMA, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻറ്റ്, വിച്ച് ഈസ് ദ പാർട്ട് ഓഫ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ, സമഗ്രവും തുടർച്ചയുമായിട്ടുള്ള മൂല്യനിർണ്ണയം. ഓരോ യൂണിറ്റിന് ശേഷവുമുള്ള ഈ സെൽഫ് ഇവാലുവേഷൻ കഴിഞ്ഞ് ഓരോ കോഴ്സിൻ്റെയും അതിന് ഒരു പ്രത്യേക വെയിറ്റേജ് തന്നെ കൊടുക്കുന്നു. 30% വെയിറ്റേജ് കണ്ടിന്യൂസ് ഇവാലുവേഷന്, ചില പ്രോഗ്രാമുകൾക്ക് 25% വെയിറ്റേജ്. അപ്പോൾ 30% വെയിറ്റേജ് കണ്ടിന്യൂസ് ഇവാലുവേഷൻ അഥവാ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻറ്റ്, 70% വെയിറ്റേജ് ടേം എൻഡ് ഇവാലുവേഷൻ അഥവാ അവസാനത്തെ എഴുത്തു പരീക്ഷ, വർഷാവസാനമോ സെമസ്റ്റർ അവസാനമോ ഉള്ള ടേം എൻഡ് ഇവാലുവേഷനു വേണ്ടി നൽകുന്ന ആ ഒരു പതിവ് നമ്മൾ ഓർക്കുക. അതായത് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻറ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ അഥവാ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷന് പ്രചോദനമാകുകയാണ്. സമഗ്രവും തുടർച്ചയുമായ മൂല്യനിർണ്ണയം. ഇഗ്നോ സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭ്യമാക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ ഇഗ്നോയുടെ പോർട്ടലിൽ, വെബ്സൈറ്റിൽ ഇഗ്നോ അസൈൻമെൻറ്റ് പ്രക്ഷേപണം ചെയ്യും. അസൈൻമെൻറ്റുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നു. അസൈൻമെൻറ്റ് ഈസ് എ ടൂൾ, എ ബെസ്റ്റ് ടൂൾ. കുട്ടികളെ, പഠിതാക്കളെ പഠന പ്രക്രിയയിലേക്ക് കടത്തിവിടാനുള്ള അതിമനോഹരമായ ഒരു ടൂളാണ് ഇഗ്നോ നൽകുന്ന അസൈൻമെൻറ്റ്സ്. ആ അസൈൻമെൻറ്റ് പരിപൂർണമായി നമ്മൾ സബ്മിറ്റ് ചെയ്ത്, എവിടെയാണ് അസൈൻമെൻറ്റ് പൂർത്തിയാക്കിയിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്? സ്റ്റഡി സെൻറ്ററിന്, ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ്, LSC, ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നു. ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെൻറ്റ്, നമുക്ക് ഈ ട്യൂട്ടർ എന്ന സത്യത്തിൽ പറയേണ്ടതില്ല, അവിടെ എഡ്യൂക്കേഷണൽ അക്കാഡമിക് കൗൺസിലറാണ്. അക്കാഡമിക് കൗൺസിലർ മാർക്ക് ചെയ്തിട്ട് അവർ കമൻ്റ് ചെയ്തിട്ടുള്ള, പോസിറ്റീവ് കമൻ്റ് ചെയ്തിട്ടുള്ള ആ അസൈൻമെൻറ്റുകൾ പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ
പരീക്ഷയ്ക്ക് 3 മാസം മുമ്പ് പരീക്ഷാ ഫീസ് അടയ്ക്കുമ്പോൾ നമ്മളത് സബ്മിറ്റ് ചെയ്യുകയും ആ സബ്മിറ്റ് ചെയ്യുന്നത് പരീക്ഷ എത്തുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഇവാലുവേഷൻ നടത്തി ട്യൂട്ടർ അല്ലെങ്കിൽ അക്കാഡമിക് കൗൺസിലറിൻ്റെ കമൻറ്റോടുകൂടി നമ്മളത് തിരിച്ചു വാങ്ങുകയും ആ തിരിച്ചു വാങ്ങുന്നത് പരീക്ഷയ്ക്ക് ടേം എൻഡ് ഇവാലുവേഷൻ എന്നുള്ള മഹത്തായ പരീക്ഷയ്ക്ക് നമുക്ക് ഒരു പ്രചോദനവും കൂടി ആവുകയും ഈ പരീക്ഷയ്ക്ക് തയ്യാറാകാൻ വേണ്ടി സമഗ്രവും തുടർച്ചയുമായി കുട്ടിയെ കടത്തിവിടാനുള്ള പറഞ്ഞുവിടാനുള്ള നല്ല ഒരു ടൂളായിട്ടാണ് ഇഗ്നോ അസൈൻമെൻറ്റിനെ വിഭജിച്ചിരിക്കുന്നത്, വിഭാവനം ചെയ്തിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ 4ാമത്തെ സംഗതിയാണ് ഈ ടേം എൻഡ് ഇവാലുവേഷൻ. ടേം എൻഡ് ഇവാലുവേഷൻ വർഷാവസാനം അല്ലെങ്കിൽ സെമസ്റ്റർ അവസാനമുള്ള പരീക്ഷ. ചില പ്രോഗ്രാമുകളുണ്ട്. ഉദാഹരണത്തിന് സൈക്കോളജി, ഇന്റേൺഷിപ്പ് ഉണ്ടാകും, അതിന് ഡിസർട്ടേഷൻ ഉണ്ടാകും, പ്രോജക്ട്സ് എന്ന് നമുക്കതിന് വേണമെങ്കിൽ ഒന്ന് സമഗ്രമായി നമുക്കതിനെ പറയാം. മാസ്റ്റർ ഓഫ് ടൂറിസം മാനേജ്മെന്റ് എന്നുള്ള ഒരു പ്രോഗ്രാമാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് കരുതുക. ആ പ്രോഗ്രാമിന് ഒരു പ്രോജക്റ്റ് ഉണ്ടാകും, ഒരു ഡിസർട്ടേഷൻ ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ചെയ്യുന്നു, അല്ലെങ്കിൽ മാസ്റ്റർ ഓഫ് സയൻസ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി ചെയ്യുന്നു, MA സൈക്കോളജി നിങ്ങൾ ചെയ്യുന്നു. അവിടെയും നിങ്ങൾക്ക് ഒരു ഡിസർട്ടേഷൻ ഉണ്ട്, ഒപ്പം തന്നെ ഇന്റേൺഷിപ്പ് ഉണ്ട്, പ്രാക്ടിക്കൽ കോമ്പണൻസും ഉണ്ട്. ചില പ്രോഗ്രാമുകൾക്ക് 300-ൽ പരം പ്രാക്ടിക്കൽ സെഷനുകളിലൂടെ കടന്നു പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, +2 കഴിഞ്ഞു, ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യത്തിന് മുമ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളും നിങ്ങളുടെ മാതാപിതാക്കളും രക്ഷിതാക്കളും അധ്യാപകരും ഈ പൊതുസമൂഹവും ആശങ്കയിലാണ്. പക്ഷേ നിങ്ങൾക്ക് ആശങ്കയുടെ ഒരു ആവശ്യവും ഇല്ല. ഏറ്റവും നല്ല പാത, ആ ഒരു മനോഹരമായ പാത നിങ്ങൾക്ക് ഇഗ്നോ കാഴ്ചവെക്കുന്നു. ഈ പാതയിലൂടെ മുന്നോട്ട് പോകുന്നതിന് ഒപ്പം തന്നെ ചില ചതിക്കുഴികൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തു, ഇൻ്റർനെറ്റ് ആക്സസ് ഓപ്പൺ ചെയ്തു, ഉടൻ തന്നെ കുറേ മെസ്സേജുകൾ വന്ന് കിടക്കുകയാണ്. ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തു, ടൈം ലൈനിൽ ഇഷ്ടം പോലെ പരസ്യങ്ങൾ വന്ന് കിടക്കുകയാണ്. ഓൺലൈൻ ട്രെയിനർ ആക്കാം, ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനം, കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ഞങ്ങൾ നൽകാം, നല്ല എഡ്യൂക്കേഷണൽ കൗൺസിലിംഗ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ള പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി 1000 സ്ഥാപനങ്ങൾ, എല്ലാവരും മണി മേക്കിംഗ് ബിസിനസ്സാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്. ആ ചതിക്കുഴികൾ നമ്മൾ തിരിച്ചറിയണം. പാവം നമ്മെ പറ്റി അത്യധികം ആശങ്കയുള്ള നമ്മുടെ മാതാപിതാക്കൾ, പാരന്റൽ പ്രഷർ, നൈബേഴ്സ്, ഫാമിലി കമ്പാരിസൺ, ഫാമിലി മെമ്പേഴ്സ് കമ്പാരിസൺ, മൂത്തവനെ കണ്ട് നീ പഠിക്ക്, ഇളയതിനെ കണ്ട് നീ പഠിക്ക്, അങ്ങനെയുള്ള പലതരം പ്രഷേഴ്സ് നമുക്ക് നൽകാറുണ്ട്. ഇതെല്ലാം നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വിരുദ്ധമാണ്. നമ്മൾ സീഡ് വിതയ്ക്കണം, നമ്മൾ ഫോസ്റ്റർ പരിപാലിക്കണം, നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം, ഉപയോഗിക്കണം. മുതിർന്നവരാണ് നമ്മൾ. കൗമാരപ്രായത്തിൻ്റെ പോസ്റ്റ് അഡോളസെന്റ് പീരീഡിലെ
ചിന്തകളിലൂടെ, അധ്യാപകർ നമുക്ക് നൽകിയ കുറേ അറിവിലൂടെ നമ്മൾ കുറേ ധാരണകളിലേക്ക് എത്തിച്ചേർന്നു. ആ എത്തിച്ചേർന്നതിൽ നിന്ന് നമ്മളിലെ ചില SWOT അനാലിസിസ് ഉയരേണ്ടതുണ്ട്. യു വാണ്ട് ടു റെക്കഗ്നൈസ് യുവർ സ്ട്രെങ്ത്, യുവർ വീക്ക്നെസ്, യുവർ ഓപ്പർച്യൂണിറ്റി ആൻഡ് ദ ത്രെറ്റ്, ദ SWOT അനാലിസിസ്. ഞാൻ ഈ ഒരു പ്രോഗ്രാം ചെയ്താൽ, ഈ യൂണിവേഴ്സിറ്റിയിൽ ഈ പ്രോഗ്രാം ചെയ്താൽ എനിക്ക് എന്തൊക്കെയാണ് ഗുണങ്ങൾ, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് എനിക്ക് ലക്ഷ്യം നേടാൻ കഴിയുക, ഈ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് എന്താണ് സംഭവിക്കുക. ഒരു കമ്പാരിസൺ വേണം. ഈ അടച്ചുപൂട്ടൽ കാലത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒന്നും കാര്യമായി ചെയ്യാനില്ലല്ലോ. ഒരു വെള്ള പേപ്പർ എടുക്കൂ, അപ്പുറവും ഇപ്പുറവും നിങ്ങളുടെ SWOT അനാലിസിസ് നടത്തൂ. ഒന്ന് നിർബന്ധമായും ഇഗ്നോ, മറ്റൊന്ന് വേറെ ഒരു സ്ഥാപനം, അത് നൽകുന്ന പ്രോഗ്രാം. പക്ഷെ നിങ്ങളുടെ ഇടയിൽ ഒരു ചെറിയ ആക്ഷൻ റിസർച്ച് നടക്കേണ്ടതുണ്ട്. ഒരു മിനി ഡൽഹി എന്നൊക്കെ പറയുന്നത് പോലെ മിനി റിസർച്ച് നിങ്ങളുടെ ഇടയിൽ നടക്കേണ്ടതുണ്ട്. അച്ഛൻ പറഞ്ഞു, അമ്മ പറഞ്ഞു, അവൻ പറഞ്ഞു, അവൾ പറഞ്ഞു, എഡ്യൂക്കേഷണൽ ഏജന്റ് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഓർക്കുക, ആകെ 40 പ്രമുഖ ഹോസ്പിറ്റലുകൾ മാത്രമായിരിക്കും ഉണ്ടാവുക ഒരു റീജിയനിൽ. ആ 40 പ്രമുഖ ഹോസ്പിറ്റലുകൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക ടെക്നോളജി അപ്ലൈ ചെയ്യേണ്ട ഒരു കോഴ്സ്, അതിന് 4 ലക്ഷം പേര് ഒരു കൊല്ലത്ത് നിന്ന് റിലീസാവുകയാണ് ഓൾ ഇന്ത്യ ലെവലിൽ. ഹൗ ക്യാൻ വി കോമ്പീറ്റ്? നമുക്ക് എങ്ങനെയാണ്? എന്താണ് വിദ്യാഭ്യാസം? എന്തിനു വേണ്ടിയാണ് വിദ്യാഭ്യാസം? എങ്ങനെയാണ് വിദ്യാഭ്യാസം? അറിഞ്ഞിരിക്കണം നമ്മൾ. അറിവ് സമ്പാദ്യമാണ്, ലേണിംഗ് അക്വിസിഷനാണ്, ജോബ് ഓറിയന്റഡ് ആയിരിക്കണം, സ്കിൽഫുൾ ആയിരിക്കണം, നമുക്കതൊരു കഴിവ് നൽകണം. ഒപ്പം തന്നെ നൈപുണ്യം വളർത്തിയെടുക്കണം, അപ്ഗ്രഡേഷൻസ് ഉണ്ടാക്കണം, ഉയരങ്ങളിലേക്ക് എത്തിക്കണം, ജീവിതാനുഭവം നൽകണം. ഈ 5 ചേരുവകൾ ചേരുന്നതാണ് വിദ്യാഭ്യാസം. അല്ലാതെ എടുത്താൽ പൊന്താത്ത ഒരു സംഗതി മാതാപിതാക്കളുടെയോ കുടുംബാംഗങ്ങളുടെയോ എഡ്യൂക്കേഷണൽ ഏജന്റിന്റെയോ പ്രഷറിലൂടെ നിങ്ങൾ ആ ഒരു കോഴ്സ് തിരഞ്ഞെടുത്തതിന് ശേഷം ഡ്രോപ്പ് ഔട്ട് ആകാനുള്ളതല്ല. ഓരോ ഞായറാഴ്ചയും എൻ്റെ ഒരു പഠനവുമായി ബന്ധപ്പെട്ട് കൗൺസിലിംഗ് മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ ആയിരക്കണക്കിന് കുട്ടികൾ എൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. 100 കണക്കിന് രക്ഷിതാക്കൾ എൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ട്. വൈ ഐ ചോസൻ ദാറ്റ് വൺ? ഞാൻ എന്തിനത് തിരഞ്ഞെടുത്തു? എൻ്റെ കുട്ടിക്ക് അതെങ്ങനെ? എനിക്കറിയില്ല. ആഫ്റ്റർ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ചതിക്കുഴിയാണ് എന്ന് മനസ്സിലാകുന്നത്. നല്ല സ്ഥാപനങ്ങളില്ല എന്നല്ല, കഴിവും സമ്പത്തും ബുദ്ധിയും തൻ്റെ ഇടവും ഉണ്ടെങ്കിൽ പണ്ട് മാധവൻ എവിടെ പോയ? മദ്രാസിൽ പോയി BA എടുത്തു. ഇന്ദുലേഖയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചന്തുമേനോന്റെ ഇന്ദുലേഖയിൽ നമ്മൾ പഠിച്ചല്ലോ. മദ്രാസിൽ പോയിട്ടാണ് മാധവൻ ബിരുദം BA നേടിയത്. അത് അർത്ഥവത്താണ്. ആ കാലഘട്ടത്തെ സ്പന്ദനമാണത്. ഇന്ന് നിങ്ങൾ അമേരിക്കയിലേക്കോ ജപ്പാനിലേക്കോ ചൈനയിലേക്കോ എവിടെ വേണമെങ്കിലും പൊയ്ക്കോളൂ. ഇന്ത്യയിൽ തന്നെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിലേക്ക് പൊയ്ക്കോളൂ. പക്ഷേ സൂട്ടബിലിറ്റി, ആ ഒരു സൂട്ടബിലിറ്റി ദുരഭിമാനത്തിന് വേണ്ടി ആകരുത്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ലോകം മുഴുവൻ
ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ജൻ ജൻ യൂണിവേഴ്സിറ്റി, ദ പീപ്പിൾസ് യൂണിവേഴ്സിറ്റി. ജനകീയ അടിത്തറയുള്ള മഹത്തായ യൂണിവേഴ്സിറ്റിയിലേക്ക് ഹൃദയപൂർവ്വം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം.